മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിക്കെതിരെ CPIM. ടോമിൻ ജെ തച്ചങ്കരിയുടെ ഉടമസ്ഥയിലുള്ള റയാൻ സ്റ്റുഡിയോയിലെ നിർമ്മാണം അനധികൃതമാണെന്ന് CPIM പറയുന്നു. പാലാരിവട്ടം ലോക്കൽ കമ്മിറ്റിയാണ് ഇങ്ങനൊരു നിലപാടുമായി വന്നിരിക്കുന്നത്. ശുചിമുറി മാലിന്യങ്ങൾ പൊതുനിരത്തിലേക്ക് ഒഴുക്കുന്നു എന്നാണ് ആരോപണം. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു. അവിടെ നിന്ന് സഹിൻ, ഈ റയാൻ സ്റ്റുഡിയോ വളരെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണല്ലോ. എന്താണ് പുതുതായിട്ടിപ്പോൾ CPIM ഒരു ആരോപണവുമായിട്ട് അല്ലെങ്കിൽ പരാതിയുമായിട്ട് വരാൻ കാരണമായത്? സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ റയാൻ സ്റ്റുഡിയോ കാലങ്ങളായി അവിടെ നിലനിൽക്കുന്നതാണ്. പക്ഷേ CPIM ഈ റയാൻ സ്റ്റുഡിയോയ്ക്കെതിരെ ഒരു തുറന്ന പോരിലേക്ക് എത്തിയിരിക്കുകയാണ്. റയാൻ സ്റ്റുഡിയോയിലെ പല കെട്ടിടങ്ങൾക്കും, അവിടെ നിരവധി കെട്ടിടങ്ങളുണ്ട്, ഈ പല കെട്ടിടങ്ങൾക്കും നമ്പറുകളില്ല എന്നുള്ളതാണ് CPIMൻ്റെ ആരോപണം. ഒപ്പം തന്നെ അവിടുത്തെ ശുചിമുറി മാലിന്യം നിരത്തുകളിലേക്ക് ഒഴുകുന്നു. നാട്ടുകാർക്ക് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളത്. ടോമിൻ ജെ തച്ചങ്കരിയുടെ ഉടമസ്ഥയിലുള്ള ഈ സ്ഥാപനത്തിനെതിരെ രൂക്ഷമായ വിമർശനവും ഒപ്പം തന്നെ വലിയ ആരോപണങ്ങളുമാണ് CPIM ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ടോമിൻ ജെ തച്ചങ്കരിക്കെതിരെയും CPIMൻ്റെ സംസ്ഥാന സമിതി അംഗം ഇന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ദിനേശ് മണി അടക്കമുള്ളവർ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഇയാൾ ഈ സ്ഥാനമാനങ്ങളെല്ലാം നേടിയത് നേതാക്കളെ മണിയടിച്ചുകൊണ്ടാണെന്ന് അവർ ആരോപിക്കുന്നു. ഒപ്പം തന്നെ കോർപ്പറേഷൻ അടക്കമുള്ള ഇടങ്ങളിൽ നിന്നും ഇയാൾക്ക് ഒത്താശ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആരോപണം. എന്തായാലും ടോമിൻ ജെ തച്ചങ്കരിക്കെതിരെ ഒരു തുറന്ന യുദ്ധം, ഒരു തുറന്ന പോരിലേക്കാണ് CPIM എത്തിച്ചേർന്നിരിക്കുന്നത്. സനീഷ്.